ഇവിടെ പാട്ട് പാടാനാണ് ഹന്നാൻ ഷാ വരുന്നത്. ഞാനപ്പോൾ അതുകൊണ്ട് ഈ സംഗീത സന്ധ്യയിൽ പ്രസംഗിക്കുന്നില്ല. 4 വരി പാട്ട് പാടിയിട്ട് ഹനാൻ ഷായുടെ സംഗീത വിരുന്നിന് എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. കയ്യിൽ വാർമുകിലേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു. ബാക്കി പാട്ട് 23-ാം തീയതി 11 മണിക്ക്. പ്രിയപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ റോജി എം ജോൺ MLA. പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, പാട്ട് പാടുന്നില്ല, പ്രസംഗിക്കുന്നുമില്ല. ഒറ്റ കാര്യം പറയുന്നു. ഇവിടെ രാഹുൽ സൂചിപ്പിച്ചു, മാധ്യമങ്ങൾ പറയുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം. തൃക്കാക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞു. നമ്മൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞു. നമ്മൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ചാണ്ടി ഉമ്മൻ ഇവിടെയുണ്ട്. പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞു. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇവിടെ വിജയിച്ചുവെങ്കിൽ നിലമ്പൂരിലും 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരള നിയമസഭയിലേക്ക് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA. ഏറ്റവും പ്രിയപ്പെട്ട UDYFിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാർ, പ്രിയപ്പെട്ട എടക്കരയിലെ ആദരണീയരായ ജനങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളുടെ ആവേശം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബാപ്പൂട്ടി 23-ാം തീയതി നിയമസഭയിലേക്ക് പോയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദൊട്ടിക്ഷ വരെ ചെയ്ത ഒരു പദ്ധതി പോലും കേരളത്തിൽ LDF സർക്കാർ ചെയ്തിട്ടില്ല. കേരളത്തിൽ മാത്രമല്ല, നിലമ്പൂരിലും ചെയ്തിട്ടില്ല. ആ സർക്കാരിന് തിരിച്ചടി കൊടുക്കുവാൻ ബാപ്പൂട്ടിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാന പ്രവർത്തകന്റെ അഭിമാനം, പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ VS ജോയ്. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്നില്ല,